ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നിരിക്കണേ ഗായ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗായ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോയിട്ടാണ് വന്നേക്കണം. നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഞങ്ങൾക്ക് വെബ് സീരീസ് എപ്പിസോഡുകളൊക്കെ ഇനി എന്തായാലും കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ വെബ് സീരീസ് എപ്പിസോഡ് 1 കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, അപ്പം ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ, ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലും കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഇന്ന് നേരത്തെ എന്തായാലും എണീറ്റേ അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നല്ല താമസിച്ചാണ് ഞാൻ എന്തായാലും എണീക്കണത്. ഓക്കെ, ഇന്ന് ഞാൻ എന്തായാലും ഇത്തിരി നേരത്തെ എന്തായാലും എണീറ്റിട്ടുണ്ട്. ഓക്കെ, അതിന് കാരണം എന്തെന്ന് പറഞ്ഞുതരാം. ഇന്നാണെങ്കിൽ നമ്മൾ ഗായ്സ് ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്നെന്തായാലും നമ്മളൊരു സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവേണം. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം എന്തെന്ന് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമുക്കെന്തായാലും നേരെ നമ്മുടെ താഴോട്ട് എന്തായാലും നമുക്കെന്തായാലും ഇറങ്ങി എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും അപ്പോൾ അതൊക്കെ എന്തായാലും നടന്നെന്തായാലും നേരെ നമുക്കെന്തായാലും താഴോട്ട് എന്തായാലും നമുക്കെന്തായാലും നടന്നെന്തായാലും പോവാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും നമുക്കെന്തായാലും താഴോട്ട് എന്തായാലും നടന്നെന്തായാലും പോവാം. ഓക്കെ, സോറി ഞാൻ അറിയാതെ ബാത്റൂമിൽ വന്നു. ഓക്കെ, അന്നും കുഴപ്പമൊന്നും തന്നെ എന്തായാലും ഇല്ല. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും താഴോട്ട് എന്തായാലും പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നേരെ എന്തായാലും താഴോട്ട് എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താഴെ നമ്മുടെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, അതിനൊന്നും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, അപ്പം ഈ കിടക്കണ ഫെറാറി എൻ്റെ കാറല്ല. ആ ഫെറാറി എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ അച്ഛൻ്റെ കാറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ അച്ഛൻ്റെ കാറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ആ ഒരു ഫെറാറിയും കാര്യങ്ങളും. ഓക്കെ, നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കോർപ്പിയോ ആണ്. ഓക്കെ, ഇതൊരു കാറിൽ ഇതൊരു SUV ആണ്. ഓക്കെ, നമുക്ക് ഈ സ്കോർപ്പിയോ ഉള്ളൂ, വേറെ വണ്ടിയൊന്നുമില്ല. ഓക്കെ, ഈ സ്കോർപ്പിയോ ഉള്ളെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ബൈക്കുകളുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഒരു ZX-10R അച്ഛൻ്റെയാണ്. ഓക്കെ, ഒരു ZX-10R അച്ഛൻ്റെതാണ്, ഒരു R15 അച്ഛൻ്റെയാണ്, പിന്നെ ഈ ഡ്യൂക്ക് അച്ഛൻ്റെയാണ്. ഓക്കെ, ഇതിലൊരു ഈ നീല നമ്മുടേതാണ്, പിന്നെ RC നമ്മുടെയാണ്, സ്പ്ലെൻഡർ നമ്മുടെയാണ്. ഓക്കെ, ഇതും ഈ ഡ്യൂക്കും പിന്നെ പച്ച ZX-10R പിന്നെ ഈ ഒരു ഏതാണ് യമഹ R15 പിന്നെ ഫെറാറിയും അച്ഛനാണെങ്കിൽ അച്ഛന് പിന്നെ ഒരു ഏതാണ് ടൊയോട്ട ഫോർച്യൂണറും ഉണ്ട്. ഓക്കെ, 2 വണ്ടിയുണ്ട്, ഈ ഒരു ഫെറാറിയും ഫോർച്യൂണറും. ഓക്കെ, ആദ്യം ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു, അത് നോർമൽ ഫോർച്യൂണറാണ്. ഓക്കെ, ആ വണ്ടി കൊടുത്തിട്ട് അച്ഛൻ പുതിയ വണ്ടി എടുത്ത് ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ. ഓക്കെ, സീൻ വണ്ടിയാണ്. ഓക്കെ, അച്ഛൻ്റെ ഡ്യൂക്ക് പിന്നെ ബ്ലാക്ക് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും പൈസയൊക്കെ എടുത്ത് എന്തായാലും സെറ്റാക്കി എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കുറേ കാലമായിട്ട് നമ്മളെന്തായാലും ജോലിയൊക്കെ എന്തായാലും ചെയ്യണം. ഓക്കെ, നമുക്കാണെങ്കിൽ വലിയൊരു ഏതാണ് കമ്പനിയും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, ഇത്രയും വലിയ കമ്പനി ഉണ്ടായിട്ട് പോലും സ്വന്തമായിട്ടൊരു വീടില്ല. ഓക്കെ, ഇത് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ അച്ഛൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉണ്ട് ഇന്ന് നമ്മുടെ പൈസ വെച്ച് നമ്മൾ സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ്. യെസ് ഗായ്സ്. ഓക്കെ, നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീടും കാര്യങ്ങളൊക്കെ എന്തായാലും വാങ്ങാനായിട്ട് എന്തായാലും പോവേണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളെന്തായാലും നേരെ എന്തായാലും വേണം. എൻ്റെ ഇപ്പോൾ വണ്ടി ഇടിക്കുമായിരുന്നു, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. വണ്ടിയിൽ നിന്ന് സെറ്റ് ചെയ്തൊന്ന് എടുത്തേ ഉള്ളൂ. ഓക്കെ, ചെറിയ തട്ടൊക്കെ ഉണ്ടാവും വണ്ടിയല്ലേ. ഓക്കെ,
കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തായാലും ചെറുതായിട്ട് തട്ടി, അത് കുഴപ്പമില്ല. നമുക്കെന്തായാലും നേരെ അങ്ങോട്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലും കാണാനൊക്കെ പിന്നെ കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എന്തായാലും വാങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റാണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്നാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ ഓക്കെ, അതിവിടെ ഏകദേശം അടുത്ത് തന്നെയാണ്. ഓക്കെ, ഇതാണ് കേസ്. ഓക്കെ, പക്ഷേ ഫ്ലാറ്റ് എനിക്ക് വലുതായിട്ടും താല്പര്യമില്ല. ഫ്ലാറ്റ് വെച്ചാൽ മുഴുവൻ ഫ്ലാറ്റല്ല, മുഴുവൻ ഫ്ലാറ്റ് വാങ്ങാനുള്ള പൈസയൊക്കെ നമ്മളതിലുണ്ട്, പക്ഷേ ബോറാണ്. ഓക്കെ, ഫ്ലാറ്റ് പക്ഷെ വലിയ കുഴപ്പമില്ല, അടിപൊളി ഫ്ലാറ്റാണ്, പുതിയ ഫ്ലാറ്റാണ്, പക്ഷേ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു വില്ലേജ് പോലത്തെ സംഭവമാണ്. ഓക്കെ, അത് സൂപ്പറാണെന്ന് പക്ഷെ കുറേ പേര് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഫ്ലാറ്റ് എന്തായാലും വേണ്ട, അത് ഇച്ചിരി ദൂരത്താണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഒരു വില്ലേജ് പോലത്തെ ഏരിയയാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ലക്ഷറി വീടുണ്ട്. ഓക്കെ, അത് നോക്കാം. ഇതാടെ വില്ലേജ്. ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ വീടുകളാണ്. ഓക്കെ, ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് നല്ല ലക്ഷറി വീട് മതി. ഇതൊക്കെ മറ്റേ ചെറിയ ചെറിയ വീടുകളൊക്കെ. ഇതിലൊരു വീട് നമുക്കുണ്ട്. ഓക്കെ, അത് ഈ വീടാണ്. ഓക്കെ, ഈ കാണണം. ഓക്കെ, ഇത് പക്ഷെ നമ്മൾ വിറ്റ് കേസ്. ഓക്കെ, ഞാൻ വിചാരിച്ച് വേറല്ല നല്ല വലിയ ലക്ഷറി വീടൊക്കെ ഉള്ള വില്ലേജാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ പണ്ടൊരിക്കൽ താമസിച്ചിരുന്ന വില്ലേജാണ്. അതും അപ്പോൾ പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ അവസാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ലക്ഷറി വീടാണ്. ഇതെല്ലാം നമ്മുടെ അച്ഛൻ എടുത്ത് തന്നെയാണ്. ഓക്കെ, അച്ഛൻ്റെ സെലക്ഷൻ എന്തായാലും കൊള്ളാം. ഒരു ചെറ്റ കുടിലാണ് എന്നെ കൊണ്ടിടാനായിട്ട് അങ്ങേര് വിചാരിച്ചൊക്കെ. ഇത്രയും പൈസ കൊണ്ടായിട്ട് എന്താണല്ലേ. നമ്മുടെ അച്ഛനാണെങ്കിൽ ആ വലിയ കമ്പനിയുടെ മെയിനായിട്ടുള്ള ഫൗണ്ടറാണ്, നമ്മളാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഫൗണ്ടർ. ഓക്കെ, നമ്മളതിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ക്യാഷ് നമുക്കൊരു വിഷയമല്ല, നമുക്കാണെങ്കിൽ സിറ്റി ഉൾപ്പെടെ മൊത്തം വാങ്ങാം, പക്ഷെ ആൾക്കാർക്ക് താമസിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, പിന്നെയുള്ള ലക്ഷറി വീടെന്ന് വെച്ചാൽ കാണിച്ചു തരാം. എൻ്റെ മോനെ ഗായ്സ്, ഇതൊരു സീൻ വീടാണ്. എൻ്റെ മോനെ, ഈ വീട് വിഷയം വീടായിട്ടുണ്ട്. എൻ്റെ മോനെ, ഈ വീട് വേറെ ലെവൽ വീടാണ് കേട്ടാ. എൻ്റെ അമ്മ, സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീടും കാര്യങ്ങളൊക്കെ. ഒരു വൈറ്റ് കളർ വീടാണ്. എൻ്റെ മോനെ, തൊട്ട് ഫ്രണ്ടിൽ തന്നെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ പൊളിയിട്ട് നമുക്ക് സ്വിമ്മിങ് പൂളൊക്കെ ഒന്ന് ചാടാം. ഓ മാൻ, സൂപ്പറായിട്ടുണ്ട്. ഓ, സ്വിമ്മിങ് പൂളൊക്കെ സൂപ്പർ സ്വിമ്മിങ് പൂളായിട്ടുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ച് കയറാം. ഓക്കെ, എൻ്റെ മോൻ, അതേപോലെ തന്നെ ഈ സ്വിമ്മിങ് പൂളിലെ സൈഡിലത്തെ ഈ ഒരു സംഭവത്തിൽ കൂടെ നടക്കുക സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഇതുമുണ്ട്, കാർ ഷെഡും ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 2 കാറൊക്കെ കയറ്റിയിടാനായിട്ട് പറ്റും. എൻ്റെ അമ്പോ വിഷയമായിട്ടുണ്ട് കേട്ടാ. നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് മുകളിലേക്ക്. നമ്മൾ താഴെ നോക്കിയില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞേ, താഴത്തെ ടൈൽസൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കയറി കഴിയുമ്പോൾ തന്നെ വലിയൊരു ഹോളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. ഒരു ലയണിൻ്റെ പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ ഒരു ഐലൻഡിൻ്റെ പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ ഒരു മൗണ്ടൻസിൻ്റെ പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒരു ഐലൻഡിൻ്റെ പെയിൻറ്റിങ്. ഓക്കെ, നൈസായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട്, പിന്നെ ടേബിള്, ചെയർ, കപ്പ്, സോസർ എല്ലാം ഉണ്ട്. പിന്നെയും സോഫയുണ്ട് ഇവിടെ, പിന്നെ 2 ലാമ്പും ഉണ്ട്. നല്ല വലുപ്പത്തിലാണ് കേട്ടോ ഇതിൻ്റെ സീലിങ് ചെയ്തേക്കണേ. ഫ്രണ്ട് ഗ്ലാസ്, ഡോറല്ലേ വീടിന്? ഓ, സ്ലൈഡിങ് ഡോറാണ് കേട്ടോ, ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോറാണ്. ഇവിടെയും പിന്നെ 2 ഗ്ലാസ് ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട്. ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം. ഓ, എ സി ഒക്കെ ഉണ്ട്, എ സി ഉണ്ട്, ഫാനുണ്ട്, പെയിൻറ്റിങ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ഫാൻ എന്ന് വെച്ചാൽ നമുക്ക് ഫോൺ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണിലാണെങ്കിൽ നമ്മൾ ഫാൻ ഓണെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാനുകളൊക്കെ ഓണാകും. നമ്മുടെ ഫോൺ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ കണക്ട് ചെയ്തതാണ്. ഫാനെന്ന് അടിച്ച സാധനങ്ങളൊക്കെ ഓണാവുന്നതിനൊക്കെ
ഫാൻ ഓണെന്നടിച്ചാൽ ഫാനും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. മോനെ വിഷയ സാധനം കേട്ടോ. ഫാൻ ഓണായിട്ടുണ്ട് കണ്ടു. ഇത് ഓട്ടോമാറ്റിക് സീലിംഗ് ഫാനാണ്. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. വല്ല ബെഡ്റൂമൊക്കെ ഉണ്ട്. ഫാൻ അവിടെ കിട്ടും. നമുക്കിവിടെ വീട് ഫുള്ള് കൂളാക്കാം. ഓക്കെ, AC ഒക്കെ ഉണ്ട്. ഓക്കെ, നൈസായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു PC ഉണ്ട്. ഓക്കെ, പിന്നെ വലിയൊരു എൻ്റെ ഊഹത്തിൽ പറയണ ഒരു 50 ഇഞ്ചൊക്കെ ആണ് ഈ TV-ക്ക്. നമുക്കതൊക്കെ മാറ്റി വലിയ 200 ഇഞ്ചിൻ്റെ TV ഒക്കെ വയ്ക്കാം. ഇവിടെയും കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ വീട്ടിലുള്ള പോലത്തെ ഒരു സ്റ്റേഴ്സാണ്. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ വുഡനാണ്. ഓ മാൻ, ഞാൻ വിചാരിച്ചു ഈ വീടിൻ്റെ മണ്ടയ്ക്ക് വലിയ ബെഡ്റൂം ഹോളൊക്കെയാണ്. ഇവിടെ വലിയൊരു ജിമ്മുണ്ട് കേട്ടോ. ഓ, നമുക്ക് മറ്റേ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ എക്സർസൈസൊക്കെ ചെയ്യാം. ഇവിടെ വലിയൊരു ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസായിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ റെസ്റ്റ് റൂം വല്ല ആയിരിക്കും. എൻ്റെ ആകുമ്പോൾ ഇവിടെ ജിമ്മായോ. പോളി വീടാണ് കേട്ടോ. ഇവിടെ നോക്കി നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഈ വീടിന് പക്ഷേ കിച്ചണോ ബാത്റൂമോ ഒന്നുമില്ല. അതാണൊക്കെ. ജിമ്മുണ്ട്, റൂമുണ്ട്, ഹോളുണ്ട്. ബാത്റൂം കിച്ചണൊന്നും എനിക്ക് തോന്നുന്നു ബാത്റൂം വെളിയിലായിരിക്കും. എന്തായാലും വീട് നൈസായിട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡമ്മല്, ത്രെഡ്മില് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, പൊളി വീടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, ട്രാഷൊക്കെ ഇടാം. പിന്നെ വലിയൊരു ഷെൽഫുണ്ട്, ലാമ്പുണ്ട്, PC ഉണ്ട്, TV ഉണ്ട്, TV സ്റ്റാൻഡുണ്ട്, ചെയറുണ്ട്, പിന്നെ വലിയ സ്റ്റേഴ്സ് ഉണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, പിന്നെ വലിയൊരു റൂമും ഉണ്ട്. ഓക്കെ, പിന്നെ നല്ല കിടുക്കാച്ചായിട്ടുള്ള ബെഡും ഉണ്ട്. ഓക്കെ, ഓ സൂപ്പർ കേട്ടോ. ഒരു 3 ആൾക്കെങ്കിലും കിടക്കാൻ പറ്റും. നമ്മളൊറ്റ ആളേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും വലിയ ബെഡിൻ്റെ ആവശ്യം. കിടക്കട്ടെ. എന്തായാലും ഈ വീട് തന്നെ ഉറപ്പിക്കാൻ പോകണം. ഞാൻ ഫാൻ ഓണാക്കട്ടെ, അല്ലെങ്കിൽ ആ സാധനം ചുമ്മാ കിടന്ന് കറങ്ങും. ഫാൻ ഓഫൊന്ന് ചെയ്തെടുത്ത് നോക്കി. BLCD ഫാനാണ്, അതുകൊണ്ട് ഫോണിൽ ടൈപ്പ് ചെയ്താലും സാധനം ഓണാം. നമ്മളൊരു ആപ്പുണ്ട്, അത് വെച്ചാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഈ വീടെന്തായാലും വിഷയം വീടായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കളറുമാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാം, പക്ഷേ ഇത് മതി. ഓക്കെ, എന്തായാലും ഈ വീട് ഉറപ്പിക്കാനായിട്ട് പോകണം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം. ഓക്കെ, ഞാൻ എന്തായാലും അച്ഛനെ ഞാനൊക്കെ വിളിക്കുകയാണ്. 2 ഓക്കെ, ഹലോ അച്ഛ, ഇത് ഞാനാണ്. ആ മോനെ, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? നിനക്ക് ആ വില്ലേജുള്ള വീട് ഇഷ്ടപ്പെട്ടോ? എൻ്റെ പൊന്നച്ഛ, അതെന്ത് വൃത്തിയായിട്ട വീടുകൾ. ഞാൻ ഒരിക്കലും അവിടെ താമസിച്ചതല്ലേ. അയ്യോ മോനെ, ഞാൻ വിചാരിച്ചു നിനക്ക് അങ്ങനത്തെ വീടൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അത് നിനക്ക് ഇഷ്ടപ്പെട്ടാ? എൻ്റെ പൊന്നച്ഛ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ്. അച്ഛ ഏറ്റവും അവസാനം എനിക്ക് അയച്ചെന്ന ഫോട്ടോയിലുള്ളത് പിന്നെ നല്ല സൂപ്പറായിട്ടുള്ള വലിയൊരു ലക്ഷറി ഹൗസില്ല, ജിമ്മൊക്കെ ഉള്ള, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഒരു വീട് ഞാൻ എടുത്ത്. മതിയോ മോനെ? അത് മതിയോ നിനക്ക്? ഓ മതിയച്ചാ, അത് മതിയച്ചാ. എന്നാൽ ശരി മോനെ, ഞാൻ പൈസ കൊടുക്കാം മോനെ. അത് സാരമില്ല അച്ഛാ, ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല. സാരമില്ല മോനെ, ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല അച്ഛാ, ഞാൻ കൊടുത്തോളാം, സാരമില്ല. ശരി മോനെ. ഓക്കെ, അച്ഛൻ പറഞ്ഞു അച്ഛൻ പേയ്മെൻ്റ് കൊടുക്കാമെന്ന്. ഓക്കെ, ഈ വീടിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? അച്ഛൻ നേരത്തെ എന്തോ വിളിച്ചു പറയുകയാണ്. ഈ വീടിന് ഞങ്ങളൊക്കെ ഏകദേശം 120 മില്യൺ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ, 120. ഓക്കെ, നമ്മളതിൽ ഇഷ്ടം പോലെ ലോട്ട്സ് ഓഫ് ക്യാഷ് ഉണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഇതിനേക്കാൾ ക്യാഷ് ഉണ്ട്. പക്ഷേ ഞാൻ പറയാം കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് പിന്നെ പുതിയൊരു വണ്ടിയും കൂടെ വാങ്ങണം കേട്ടാ. ഈ വണ്ടി മാത്രമേ പോരാ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വീടിൻ്റെ ക്യാഷൊക്കെ അടക്കും. ഇതേപോലെ വീടൊക്കെ ഇങ്ങനെ കൊടുക്കണ ഒരു വലിയൊരു ഓഫീസുണ്ട്. റെൻറ്റിനും ഉണ്ട്, അതല്ലാതെ ഫുള്ളായിട്ട് ബൈയും ഉണ്ട്. ഞാൻ ഫുള്ളങ്ങ് വാങ്ങാൻ വേണം. എനിക്ക് റെൻ്റൊന്നും വേണ്ട. ചുമ്മാ എപ്പോഴെപ്പോഴും ലോണ് വാടക എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തന്നെ ശല്യം ചെയ്യും. നമുക്കപ്പോൾ പോയി ആ ഓഫീസിൽ പോയി പൈസയൊക്കെ പോയി അടയ്ക്കാം. ഓക്കെ, ആ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഓഫീസും കാര്യങ്ങളും. ഓക്കെ, നമുക്കാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് കൂടെ പൈസ കൂട്ടിയും കൊടുക്കുക. വണ്ടി ചെറുതായിട്ട് തട്ടിയത് കുഴപ്പമില്ല. ഓക്കെ, നമുക്കപ്പോൾ പോയി ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തായാലും വരാം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും ക്യാഷൊക്കെ കൊടുത്തു. എൻ്റെ ഇരിക്കുന്ന കാലി ബാഗാണ്. ഓക്കെ, എൻ്റെ അടുത്തുള്ള എല്ലാ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സാധനം ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ 150 മില്യൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാവല്ലേ, ഇരിക്കട്ടെ. ഓക്കെ, നമുക്കിനി നമ്മുടെ വീടൊന്ന് ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ സ്കോർപ്പിയോ നമുക്ക് എന്തായാലും നേരെ
വീട്ടിലെന്തായാലും കൊണ്ടിടാം. ഓക്കെ, വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം. അത് പിന്നെ വല്ലതും കൊടുക്കുക, ഇപ്പോഴൊന്നും പറ്റൂല, സമയമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് നമുക്ക് നമ്മുടെ സ്കോർപ്പിയോയും കൊണ്ടുപോകാം. ഓക്കെ ഓക്കെ, ഇവിടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വലിയൊരു ഗോഡൗൺ പോലത്തെ എന്തോ സാധനമുണ്ട് കേട്ടോ. നൈസായിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്ഥലമുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് എന്തായാലും വണ്ടിങ്ങളൊക്കെ പാർക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ട് കയറ്റിയിടാനും പറ്റും. ഓക്കെ, ഇതാണ് സത്യത്തിൽ ഒറിജിനലായിട്ടുള്ള മെയിൻ ഷെഡ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സൈഡ് എടുത്തിട്ട് കറക്റ്റായിട്ട് ആ പച്ച പുല്ല് പോലെ സെറ്റ് ചെയ്തിട്ടില്ല, അതിലോട്ട് അങ്ങ് കയറ്റി പാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള സംഭവം. ഓക്കെ, ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, ഇങ്ങനെ കുറച്ചുകൂടെ റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഇതേപോലെ സ്റ്റിയറിങ് തിരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പാർക്ക് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. എനിക്ക് പക്ഷേ ഇഷ്ടം ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ തിരിച്ചും പാർക്കിയൊക്കെ ഇടാൻ ഭയങ്കര പാടാണ്. ഓക്കെ, പാർക്ക് ഒരാളും കൂടെ വയ്ക്കണം, അവിടെ കൊണ്ടിടുമ്പോൾ ഭംഗിയായിട്ട് എടുത്തിടും. ഓക്കെ, ഇവിടെ 2 കാർ കയറും, ഇവിടെ ഒരു കാർ കയറും. അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ നനയില്ല. ഓക്കെ, ഇവിടെ വലിയൊരു ഷെഡ് പോലെ സംഭവമാണ്. ഈ ഫ്രണ്ടിലും ഇങ്ങനെ 2 കാർ ഇടാനായിട്ട് സ്ഥലമുണ്ട്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇവിടെയും കൂടെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ പിന്നെ 2 ബൈക്കൊക്കെ കയറും, ഇവിടെ കാറ് കയറില്ല. അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ എന്തെങ്കിലും കയറ്റാം. പക്ഷെ ഇവിടെ എന്നാലും 2 കാറാണ്. മാക്സിമം പറയുകയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ അടിച്ചിടാം. ഈ സ്റ്റെപ്പിലോട്ടും കയറ്റിയിടാം. ഓക്കെ, സ്റ്റെപ്പുള്ള കട്ടിയുള്ള സ്റ്റെപ്പാണ്, അതുമല്ല കിടക്കാത്ത സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു കാർ ഞങ്ങളൊക്കെ മേടിക്കുന്നതാണ്. കാറെന്ന് പറയുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടികൾ എടുക്കാം. ഓക്കെ, അതാണ്. ഓക്കെ 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 അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ ഈ ഒരു വെബ് സീരീസിൻ്റെ വീഡിയോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അടുത്തൊരു കിടന്ന വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവരും ഗുഡ്. ഇതിലിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എൻ്റെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ ലോക്കി ക്രാഫ്റ്റിൻ്റെ ഒരു ഡോക്ടേഴ്സ് ഡേയുടെ ഒരു സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു, ഒരു ഡോക്ടറിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഓക്കെ, അതിൻ്റെ ബാലൻസ് ഇടുന്നതാണ്, എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നില്ല. ഓക്കെ, ഇന്ത്യയും കളിക്കുമ്പോൾ വേറൊരു സുഖം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഉടനെ തന്നെ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു കിടന്ന വെബ് സീരീസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ഇറ്റ്സ് മീ ഗ്രാൻഡ് ടൂറർ ബൈ കാർത്തിക് സൈനിങ് ഔട്ട്. അപ്പം ബൈ.